ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഭാഗമായ പ്രോഗ്രാമിംഗ് എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇക്വേഷൻ ബേസ്ഡ് പ്രോഗ്രാമിൻ്റെ കാര്യമാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൗണ്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണം, അതുപോലെ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണം. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അപ്പോൾ ഇനി നമ്മൾ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ പാഠത്തിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്. ഈ ഭാഗമാണ് അതിപ്രധാനപ്പെട്ടൊരു ഭാഗം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്? Control statements are the statements which will change the normal execution order of a program. ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷൻ ഓർഡർ ചേഞ്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഇനി എന്താ അങ്ങനെ പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാം എഴുതി വരും. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ കമ്പൈലേഷനും അതുപോലെ പ്രോഗ്രാം റൺ ചെയ്യുന്നതും ആദ്യത്തെ ലൈൻ ആദ്യം കമ്പൈൽ ചെയ്യും, പിന്നെ അടുത്ത ലൈന്, പിന്നെ അടുത്ത ലൈന്, പിന്നെ അടുത്ത ലൈന്, ഈ ഓർഡറിലാണ് കമ്പൈൽ ചെയ്യുക. ഇങ്ങനത്തെ ഈ 1 by 1 ഓർഡറിനെ നമ്മൾ സീക്വൻഷ്യൽ ഓർഡർ എന്നാണ് പറയുക. ഈ സീക്വൻഷ്യൽ ഓർഡർ ചേഞ്ച് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. Control statements are the statements which will change the normal execution order of a program. And these control statements can be classified into 2 categories. First one is decision making statement or selection statements എന്ന് പറയും. Selection statements. Then next category is iterative statements or we can call it as loop statements. ഇങ്ങനെ 2 കാറ്റഗറിയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. ഇനി ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇഫ്, അതുപോലെ ഇഫ് else, if ladder, then switch. ഇങ്ങനെ 4 വേരിയേഷൻസ് ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ളത്. അതേ സമയത്ത് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ളത് 3 തരം ലൂപ്പാണ്. ഒന്ന് വൈൽ ലൂപ്പ്, then do while loop, then finally for loop. These are the 3 types of loop statements. ഇനി നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ച് എളുപ്പമുള്ള സംഗതി ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഈ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകാനുള്ള കാരണം നമ്മുടെ 2ാമത്തെ പാഠത്തിലൊക്കെ നമുക്ക് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുപോലെ ഇനി നമുക്ക് പ്രോഗ്രാം എഴുതാൻ നമുക്ക് ആ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. അതുകൊണ്ട് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നോക്കാം. ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് ലൂപ്പ്? Loops are a set of statements
which are repeatedly executed until some condition is fulfilled. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ലൂപ്പ് എന്ന് പറയാം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ 3 ടൈപ്പ് ലൂപ്പുകളാണുള്ളത്. ഈ 3 ലൂപ്പിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ 3 ലൂപ്പിലും എൻട്രി കൺട്രോൾഡ് ലൂപ്പുണ്ട്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പുണ്ട്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് മീൻസ് ദ എൻട്രി ടു ദ ലൂപ്പ് ഇസ് കൺട്രോൾഡ്. അതിനെയാണ് നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് മീൻസ് അറ്റ് ദ എക്സിറ്റ് ദർ വിൽ ബി സം കൺട്രോൾ. ഏതുപോലെ നമ്മളൊരു ടിക്കറ്റുള്ളൊരു ഫംഗ്ഷനിലേക്ക് കയറി ചെല്ലാന്ന് നോക്കാം. അങ്ങനെ കയറി ചെല്ലുമ്പം അതിൻ്റെ ഗേറ്റിൽ തന്നെ ടിക്കറ്റ് വാങ്ങാനായിട്ട് ആൾക്കാരുണ്ടാവും അല്ലേ? ആ ടിക്കറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതെന്തായി? എൻട്രി കൺട്രോൾഡായി. എൻട്രി ടു ദ ലൂപ്പ് ഇസ് കൺട്രോൾഡ്. ടിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ 2 ലൂപ്പ് എൻട്രി കൺട്രോൾഡാണ്. ഒന്ന് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതേ സമയത്ത് ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. എക്സിറ്റ് കൺട്രോൾഡ്. എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും നമുക്കിതിലേക്ക് കയറാം. നമ്മൾ പല ആളുകളും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത് പോലെയാണ് അല്ലേ? ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് നോക്കിയിട്ടല്ല നമ്മൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ എപ്പോഴെങ്കിലും സമയത്ത് നമ്മൾ ടിക്കറ്റ് നോക്കുന്നു. ചിലപ്പോഴോ ചില സമയത്ത് ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത് പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും. നമ്മൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചില ആൾക്കാർ നമ്മൾ ടിക്കറ്റ് ചോദിക്കും. അപ്പോൾ എക്സിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 ലൂപ്പുകളും ഒന്നുകിൽ എൻട്രി കൺട്രോൾഡോ എക്സിറ്റ് കൺട്രോളിലോ വരുന്നതാണ്. ഇനി നമ്മൾ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എഴുതണമെങ്കിൽ എവറി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് കണ്ടെയ്ൻസ് 4 elements. Then which are that elements? Every loop statements must contains 4 elements. The first element is initialization. It is the first element. Initialization. സ്റ്റാർട്ടിംഗ് വേരിയബിൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. സപ്പോസ് വി വാണ്ട് ടു പ്രിന്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 10, which is the starting value 1. Then for a variable I equal to 1, ഈ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. 10 മുതൽ 10, 20, 30 ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇനീഷ്യൽ വാല്യൂ എന്താ? 10 അല്ലേ? അപ്പോൾ I equal to 10 എന്ന് കൊടുക്കണം. 100, 200, 300 ആണെങ്കിലോ I equal to 100 എന്ന് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇനീഷ്യലൈസേഷൻ ആണ്. ദെൻ സെക്കൻഡ് പാർട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ എത്ര വരെ നമുക്ക് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം, ആ കണ്ടീഷൻ കൊടുക്കുന്ന ഭാഗമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇപ്പോൾ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? I less than or equal to 10 എന്ന് കൊടുക്കുന്നു. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന കേസിൽ എന്ത് ചെയ്യണം? അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യണം. അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ സെക്കൻഡ് പാർട്ട്. ഇനി മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പിൽ കൊടുക്കേണ്ടത്. ഇനി നാലാമത്തെ എലമെൻ്റ് ആയിട്ട് വരുന്നത് അപ്ഡേഷൻ. അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നാണെങ്കിൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആണ് അല്ലെ? കൂട്ടി കൂട്ടി പോകണം. അപ്പോൾ നമ്മുടെ വേരിയബിളിൻ്റെ അപ്ഡേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I++ എന്ന് എഴുതാം. I++. ഓർമ്മ ഉണ്ടാവും I++.
ഇനി 10, 9, 8 ഇങ്ങനെ ഡിക്രീസിങ് ഓർഡറിലാണെങ്കിലോ, അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ 10 ആയിരിക്കും. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ എങ്ങനെ വരിക? i മൈനസ് മൈനസ് എന്ന് കൊടുക്കണം. i മൈനസ് മൈനസ്. ഇത്രയുമാണ് ലൂപ്പിൻ്റെ എലമെൻറ്റ്സ്. ഇനി ഈ ലൂപ്പ് എലമെൻറ്റ്സ് ഈ ഓരോരോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലും എവിടെയാണ് വരുന്നത്, അതിൻ്റെ സ്ഥാനത്തിനാണ് വ്യത്യാസം. പർപ്പസ് ഒക്കെ എല്ലാത്തിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സിൻടാക്സ് നോക്കാം. എന്താണ് വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. ഇനീഷ്യലൈസേഷൻ ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈൽ എന്നെഴുതും. എന്നിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെയാണ് എഴുതാം. ഇനീഷ്യലൈസേഷൻ, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, then open curly bracket. Now body of the loop, then updation, then close the curly bracket. It is the syntax of while loop. ഇനി അടുത്ത ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്താ നോക്കാം. ഡു വൈൽ ലൂപ്പ് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനീഷ്യലൈസേഷൻ എഴുതണം. എന്നിട്ട് ഡു എന്നെഴുതും. ഡു എന്നിട്ട് ഓപ്പൺ ബ്രേസ് ഇടുന്നു. ഡു എന്നെഴുതി ഓപ്പൺ കർലി ബ്രാക്കറ്റ് ഇട്ടു. ബോഡി ഓഫ് ലൂപ്പ് എഴുതുന്നു. എന്നിട്ട് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെയാണ് വൈൽ എഴുതേണ്ടത്. വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്നിട്ട് ഇവിടെ എന്ത് വേണം? സെമി കോളൻ വേണം. ഇവിടെ നമ്മൾ വൈൽ എഴുതിയപ്പോൾ സെമി കോളൻ ഇല്ല. അതേ സമയത്ത് ഇവിടെ സെമി കോളൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇതാണ്. ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇതാണ്. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ഇനി നമുക്ക് എഴുതേണ്ടത്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എഴുതുമ്പോൾ ഫോർ എന്നെഴുതി ഇനി 3 എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്ന ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ എഴുതി സെമിക്കോളൻ ഇട്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതി സെമിക്കോളൻ ഇട്ട്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻ്റ് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെയാണ് എന്തെഴുതേണ്ടത്? ബോഡി ഓഫ് ലൂപ്പ് എഴുതേണ്ടത്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നു. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്. ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മതി ഈ കേളി ബ്രാക്കറ്റ്, അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി നോക്കാം. അത് ഞാൻ ആദ്യം വൈൽ ലൂപ്പ് വെച്ച് ഞാൻ എഴുതാം. അത് ഡു വൈലിലേക്കും ഫോറിലേക്കും നിങ്ങൾ മാറ്റി പരിശീലിക്കണം. സെക്കൻഡ് ഇയർ എക്സാമിന് ഏതെങ്കിലും ഒരു ലൂപ്പ് തന്നിട്ട് അതിനെ മറ്റൊന്നിലേക്ക് മാറ്റി എഴുതാനൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് വരെ അങ്ങനത്തെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. Our question is, write a program to print first 10 natural numbers. ഞാൻ ഇൻഡ് മെയിനിന് ശേഷം ആണ് ഞാൻ എഴുതുന്നത്. ബാക്കിയൊക്കെ എഴുതണം. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നില്ല എന്ന് മാത്രം. ഇൻഡ് മെയിൻ. ഇനി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര വേരിയബിൾ വേണമെന്നാണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ വേരിയബിളിൻ്റെ എണ്ണമൊന്നുമില്ല. ഇവിടെ നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ ഒരു വേരിയബിൾ വേണം. അപ്പോൾ ഞാൻ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവാം. ഞാനത് ഐ എന്നാക്കി കൊടുക്കാം. ഐ.
ഇൻറ്റ് ഐ. ഇനി പ്രോഗ്രാം എഴുതണം. ഇവിടെ നമുക്ക് ഇൻപുട്ട് ചെയ്യാനൊന്നുമില്ല, കാരണം നമുക്ക് 1, 2, 3, 4, 5 അങ്ങനെ പ്രിന്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. അപ്പോൾ അത്ര ഇൻറ്റ് ഐ എന്ന് എഴുതി. ഇനി വൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോണത്. വൈൽ ഉപയോഗിച്ചിട്ട് എഴുതുമ്പം ആദ്യം എഴുതേണ്ടത് ഇനീഷ്യലൈസേഷനാണ്. നമുക്ക് 1, 2, 3 എക്സെട്ര അപ് ടു 10 ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ വാല്യൂ എന്താണ്, എത്രയാണ് കൂടിപ്പോകുന്നത്, ഏത് വരെയാണ് വേണ്ടത് എന്ന് ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറിൽ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്താ 1. അപ്പോൾ ഇനീഷ്യലൈസേഷൻ നടത്തി ഐ ഈക്വൽ ടു 1. ഇനി വയൽ, ആ സിൻടാക്സ് നോക്കിയാണ് ഞാൻ എഴുതണത്, വയൽ. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ, ട്രൂ ആകുന്ന കണ്ടീഷൻ എത്ര വരെ പ്രിന്റ് ചെയ്യണം, 10 വരെ വരണം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഐയുടെ വാല്യൂ 10 10ൽ താഴെയോ ആണെങ്കിൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം എന്നർത്ഥം. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ ഇനീഷ്യലൈസേഷനായി, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷനായി. ഇനി ബോഡി ഓഫ് ദ ലൂപ്പ് എന്താ നമുക്ക് വേണ്ടത്? 1 പ്രിന്റ് ചെയ്യുക, 2 പ്രിന്റ് ചെയ്യുക, 3 പ്രിന്റ് ചെയ്യുക. ഇപ്പോൾ 1 എവിടെയുള്ളത്? ഐയിൽ. അപ്പോൾ നമ്മൾ സി ഔട്ട് എന്തെഴുതി? ഐ എന്നെഴുതി. ഇനി ഞാനൊരു \t കൂടെ കൊടുത്തു. \t ഓർമ്മ ഉണ്ടാവും. \t എന്താ? ഇറ്റ് ഈസ് ആൻ എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസസ് ആർ നോൺ ഗ്രാഫിക്കൽ സിംബൽസ്. \t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടാബ് സ്പേസ് അലോക്കേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് \t. റൈറ്റ്? അപ്പം ഇങ്ങനെ കൊടുത്തു. ഇനി അപ്ഡേഷൻ 1 കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 2, 2 കഴിഞ്ഞാൽ 3, അല്ലേ? അപ്പോൾ അപ്ഡേഷൻ ഇൻക്രിമെൻ്റ് ആണോ ഡിക്രിമെൻ്റ് ആണോ? ഇൻക്രിമെൻ്റ്. യെസ്, ഐ പ്ലസ് പ്ലസ്. ഇനി ക്ലോസ് ദ ബ്രാക്കറ്റ്, then return 0, then close the curly bracket of the main. ഇപ്പം എന്തായി? 1 മുതൽ 10 വരെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ വൈൽ ലൂപ്പ് വെച്ച് എഴുതി. ഇനി ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെ വരാൻ നോക്കുക. ആദ്യം ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്തു. ഡിക്ലറേഷൻ്റെ പർപ്പസ് എന്താ? മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഇനി ഐ ഈക്വൽ ടു 1, അതിൽ 1 എന്ന് സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെ വന്നു വൈൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ ആണ്. കം ടു ദ ബോഡി, സി ഔട്ട് ഐ. എന്തായി? 1 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. \t കർസർ ഒരു ടാബ് സ്പേസ് അപ്പുറത്ത് പ്ലേസ് ചെയ്തു. ഐ പ്ലസ് പ്ലസ് 2 എന്നായി. വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ട്രൂ ആണ്. കം ടു ദ ബോഡി, സി ഔട്ട് ഐ 2 പ്രിന്റ് ചെയ്തു. കർസർ ഇവിടെ വെച്ചു. ഇനി ഇതിങ്ങനെ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്തിട്ട് അവസാനം സപ്പോസ് 9 പ്രിന്റ് ചെയ്തു നിൽക്കാം. 9 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്ലസ് പ്ലസ് 10 ആയി. ഇവിടെ വന്നു 10 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. കം ടു ദ ബോഡി, 10 പ്രിന്റ് ചെയ്തു. എന്നിട്ട് കർസർ കുറച്ച് അപ്പുറത്ത് പ്ലേസ് ചെയ്തു. ഐ പ്ലസ് പ്ലസ് 11 ആയി. ഇവിടെ വന്നു കണ്ടീഷൻ ചെക്ക് ചെയ്തു. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അത് ഫാൾസ് ആണ്. അതുകൊണ്ട് എന്തായി? ഈ ലൂപ്പിൽ നിന്നും പുറത്ത് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വൈൽ വെച്ചിട്ടും ഫോർ വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ എഴുതി ശീലിക്കണം. ഇപ്പം ഞാൻ എഴുതിയത് 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. ഇനി അതേപോലെ ഒരു 2 ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ്. ഇതിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതാം. അതുപോലെ റൈറ്റ് വൺ മോർ പ്രോഗ്രാം ടു പ്രിന്റ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതുക. അപ്പോൾ അത് വൃത്തിയായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം എന്ന്
ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് റെഡിയായി വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.